ശ്രീ വസന്തകുമാരി, അത് യാഥാർത്ഥ്യമാണ് കേട്ടോ. 2021 ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ ഇങ്ങനെ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ കേസ് വന്നതാണ്. അന്ന് കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജയസൂര്യൻ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം തൃശ്ശൂരിൽ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തതാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. ഇന്നലെയാണ് അതിൽ നിന്ന് അവരെ കുറ്റവിമുക്തരാക്കിയതും. ആ സമയത്ത് ഒരു പ്രക്ഷോഭവും ഇവിടെ കണ്ടില്ല. ഇവിടെ നടന്നപ്പോൾ, എവിടെയാ, ഛത്തീസ്ഗഡിൽ നടന്നപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നു. ഇവിടെ കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത സമയത്ത് ഇവിടെ LDF ഭരിക്കുന്നു. പക്ഷേ ഈ രണ്ടുപേരും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ സംഭവം നടന്നപ്പോൾ കേരളത്തിൽ സമരമുഖത്താണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അദ്ദേഹം പറഞ്ഞു പരിവാർ സംഘടനകളുടെ ആകെ വക്താവ് ഞാനല്ല, അതുകൊണ്ട് എനിക്ക് പരിവാർ സംഘടനകളുടെ എല്ലാവരുടെയും വക്താവായി സംസാരിക്കാൻ സാധിക്കില്ല. വേണ്ട ശ്രീ ജയസൂര്യൻ, അങ്ങ് BJPയുടെ നിലപാട് പറഞ്ഞാൽ മതി. എന്താണ് BJPയുടെ നിലപാട്? BJP കേരള ഘടകത്തിന് ഒരു നിലപാടും ഛത്തീസ്ഗഡ് ഘടകത്തിന് മറ്റൊരു നിലപാടുമാണോ? നോക്കൂ, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം പറഞ്ഞു ഈ കന്യാസ്ത്രീകൾ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളിൽ പ്രവർത്തിച്ചിട്ടില്ല, കുറ്റകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിനോട് കൂടി ചേർക്കുന്നുണ്ട്, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പെന്തക്കോസ്ത സഭകളായിരിക്കും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ വോട്ടിന്റെ സമയത്ത് പെന്തക്കോസ്ത സഭകളുടെ തിണ്ണനിറങ്ങിയ BJP നേതാക്കൾ ഇന്ന് പറയാണ് പെന്തക്കോസ്ത സഭകൾ അത് ചെയ്യാറുണ്ട്, കത്തോലിക്ക സഭ അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ നിലപാട്, ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിലും ഇന്ത്യ ഒട്ടാകെയും കേരളത്തിലും ഈ വിഷയത്തിൽ ഒരു നിലപാടേ ഉള്ളൂ. അത് ബജറംഗി ദളിനെ പേടിച്ചാണ് അവിടെ പോലീസ് FIR ഇട്ടത്. ബജറംഗി ദൾ എഴുതി കൊടുത്ത പടി, പറഞ്ഞു കൊടുത്ത പടി, പറഞ്ഞ സെക്ഷനുകൾ ഇട്ടാണ് അവിടെ പോലീസ് കേസെടുത്തത് എന്നുള്ളതാണ്. നോക്കൂ, ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ വിഷയത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ്? ഒന്ന് ആന്റി കൺവർഷൻ ലോ, രണ്ട് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ലോ. ഈ രണ്ട് കാര്യങ്ങളാണ് അവരവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, കൈ ഇതാ ഇങ്ങനെ മലർത്തി കാണിച്ചിട്ട് പറയും ഇത് കോടതിയുടെ മുമ്പിലല്ലേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീ ജയസൂര്യൻ, ഈ വിഷയം കോടതി ആദ്യം പരിഗണിക്കുമ്പോ നിങ്ങളോട് പോലീസ് കേസ് ഡയറി ആവശ്യപ്പെട്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞു? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസ് കേസ് ഡയറി സമർപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സർക്കാരിന്റെ അഭിഭാഷകൻ ഈ സ്ത്രീകൾക്ക് അനുകൂലമായി, അതായത് സംസ്ഥാന BJP നേതാക്കൾ ആകെ പറയുന്നത് പോലെ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, ഒരു മിസ്കമ്മ്യൂണിക്കേഷന്റെ പുറത്ത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തെടുത്ത കേസാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സർക്കാർ അഭിഭാഷകൻ അവർക്ക് കിട്ടുന്ന ഈ പറയപ്പെടുന്ന ജാമ്യത്തെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഈ കോടതിയല്ല പരിഗണിക്കേണ്ടത്? അതായത് ജാമ്യം കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുമ്പോൾ ജാമ്യം പരിഗണിക്കേണ്ടത് ഈ കോടതിയല്ല, മറിച്ച് ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ സുപ്രീം കോടതിയുടെ 2024 കൃത്യമായ വിധിയുണ്ട്. അതിന്റെ ജൂറിസ്ഡിക്ഷൻ NIA കോടതിക്കാണ്. അതുകൊണ്ട് NIA കോടതി പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് താമസിപ്പിക്കാൻ നിങ്ങളുടെ സർക്കാർ അഭിഭാഷകനും സർക്കാരും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന കേരള BJP ഘടകം വേറെയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നേരിട്ട് ഈ വിഷയത്തിന് ശേഷം പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്ത്, ആ മനുഷ്യക്കടത്ത് എന്റെ സംസ്ഥാനത്ത് അനുവദിക്കില്ല. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നാമത് ആക്ഷൻ എടുക്കുന്ന ആളാണ്, അത്തരത്തിലൊരു ആക്ഷനാണ് ഇത് എന്ന് എങ്ങനെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക്, BJP-കാരനായ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് റെയിൽവേ TTR-ന് ഈ പറയുന്ന ബജറംഗി ദളിനെ അവിടേക്ക് വിളിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികൾ, ഞാൻ പ്രതികൾ എന്ന് പറയാണ്, കാര്യം നിങ്ങളുടെ FIR പ്രകാരം അവർ പ്രതികളാണ്, പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളുടെ നേരെ ആക്രോശിക്കാൻ, എടുത്തു ചാടാൻ, കൈ ഉയർത്താൻ, അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ നിങ്ങളുടെ ബജറംഗി ദൾ നേതാക്കൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ കൃത്യമായ നിലപാട് പറഞ്ഞ ശേഷവും നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, നിങ്ങൾ പേര് തിരഞ്ഞ് രണ്ടുപേരെ പറഞ്ഞു വിട്ടല്ലോ, ക്രിസ്ത്യൻ നാമധാരികളായ രണ്ടുപേരെ തെരഞ്ഞു വിട്ടല്ലോ, ഒരാൾ അനൂപ് ആന്റണിയും ഒരാൾ ഷോൺ ജോർജും. ആ ജോർജും ആന്റണിയും ഉള്ളതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു വിട്ടു. ഈ രണ്ടുപേരും നിലപാട് പറയാൻ വേണ്ടി, ഈ രണ്ടുപേരും നിലപാട് പറയുകയും അതിൽ ഒരാൾ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷവും ഈ ബജറംഗി ദളിന്റെ, അതായത് പരിവാർ സംഘടനകളെല്ലാം വിവിധ സംഘടനകളാണ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്നത് പോലെ ആരും വിശ്വസിക്കുമെന്ന് ജയസൂര്യൻ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായ നിലപാട് പറഞ്ഞ ശേഷവും ഈ സ്ത്രീ, ബജറംഗി ദളിന്റെ സ്ത്രീ പറയാണ് എന്ത്, ഏതറ്റം വരെയും പോകും, അവരെ ഏത് വിധേനയും കൈകാര്യം ചെയ്യും, കൈ വെച്ചെങ്കിൽ എനിക്ക് അതിൽ അതിശയമില്ല എന്ന്. നോക്കൂ, നിങ്ങളുടെ പോലീസ് FIR-ൽ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന, നിങ്ങളുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി നിയന്ത്രിക്കുന്ന പോലീസ് FIR-ൽ ഇവർ നടത്തിയത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ആന്റി കൺവർഷൻ, അത് ഈ പറയുന്ന മത
പരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളാണ് എന്ന് സ്ഥാപിക്കുകയും അത് പറയാൻ വേണ്ടി സർക്കാർ ചിലവിൽ അഭിഭാഷകനെ കോടതിയിൽ വിടുകയും ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പൊറാട്ട് നാടകം കളിക്കുകയാണ്. ശരിയാണ്. ഇവിടുത്തെ BJPക്ക് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് മാത്രമാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം ചോദിച്ച കാര്യം. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇത് തന്നെയായിരുന്നു ഛത്തീസ്ഗഡിൽ നടന്നു വന്നിരുന്നത്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അപ്പോൾ നിങ്ങൾ കാണിക്കുന്നതും ഇത് തന്നെയാണ്. സഭകൾ മാത്രമാണ് ഇതിൽ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞുകൊണ്ട് സഭകൾ ഇപ്പോൾ BJPക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ ആരാണോ ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം സഭകൾക്കും സഭാ നേതൃത്വത്തിനും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളും മുൻപ് കാണിച്ചിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് ഛത്തീസ്ഗഡിൽ. ഇവിടെ കേരളത്തിൽ തൃശ്ശൂരിലെ സംഭവം എടുത്തു പറഞ്ഞപ്പോൾ LDF സർക്കാരിൻ്റെ കാലത്താണ് കേസെടുത്തത്, ഇന്നലെയാണ് കുറ്റവിമുക്തനാക്കിയത്. ഇതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നു. പാവം കന്യാസ്ത്രീകൾ അവിടെ ജയിലിൽ കഴിയുന്നു, സഭാ നേതൃത്വം ബിഷപ്പുമാർ ഉൾപ്പെടെ തെരുവിൽ നീതിക്ക് വേണ്ടി കേഴുന്നു. ഇതാണിപ്പോൾ സംഭവിക്കുന്നത്. ശ്രീ RV ബാബു,